നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വീണ്ടും പ്രീമിയർ ലീഗ് മത്സരങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. കഴിഞ്ഞ 13 ദിവസങ്ങളായിട്ട് നമ്മൾ ഗെയിമൊന്നും ഇല്ലാതെ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. കാരണം ബാക്കിയുള്ള ടീമുകൾ FA കപ്പും ചാമ്പ്യൻസ് ലീഗ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാത്രം ഇതൊന്നും ഇല്ലാതെ മാറി നിൽക്കുമായിരുന്നു. അങ്ങനെ വീണ്ടും പ്രീമിയർ ലീഗ് എത്തിയിരിക്കുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആൻഡ് ദിസ് ടൈം എഗെയിൻസ്റ്റ് എവർട്ടണിൻ്റെ സ്വന്തം സ്റ്റേഡിയത്തിലാണ്. സോ ദാറ്റ് ഇസ് ഹിൽ ഡിക്കിൻസൺ സ്റ്റേഡിയത്തിൽ, അവരുടെ പുതിയ സ്റ്റേഡിയത്തിൽ നമ്മൾ ആദ്യമായിട്ട് കളിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ബ്രോ, എനിക്കൊരു ഹെൽപ്പ് വേണം. പൈസ ഒന്നുമല്ല, നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം എന്നുള്ളൊരു റിക്വസ്റ്റാണ്, ഒരു ഹെൽപ്പാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം നമ്മൾ കുറേ ഒക്കെ എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഈ കുറേ ആർട്ടിക്കിൾസൊക്കെ വായിച്ച് പല കാര്യങ്ങൾ ഒക്കെ ഗോ ത്രൂ ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പം കൂടുതലേക്ക് ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സോ നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ഷോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് എവർട്ടൺ തമ്മിൽ സെക്കൻഡ് ഗെയിം ഓഫ് ദ സീസൺ ഈ പ്രാവശ്യം എവർട്ടൻ്റെ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഓൾഡ് ട്രാഫേർഡിൽ നവംബറിൽ നടന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫ്രഷായിട്ട് മെമ്മറിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അന്ന് 10 പേരുമായി ചുരുങ്ങിയ എവർട്ടൺ ഓൾഡ് ട്രാഫേർഡിൽ വെച്ചിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിക്കുകയുണ്ടായി. അന്ന് 13ാം മിനിറ്റിൽ ഇദ്രിസേ ഗൈ റെഡ് കാർഡ് കണ്ട് തിരിച്ചു പോകുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് 29th മിനിറ്റിൽ ഡ്യൂസ്ബറി ഹാള് ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം അവർ സിറ്റ് ബാക്ക് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് 90 മിനിറ്റ് കളിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ഗോൾ പോലും നേടാനായിട്ട് അന്ന് സാധിച്ചില്ല. അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 10th ഇൻ ദ ലീഗ്, എവർട്ടൺ എന്ന് പറഞ്ഞാൽ 11th. ഇന്നാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4th എവർട്ടൺ 8th ആണ്. അപ്പം രണ്ട് ടീമിൻ്റെ ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി മാറി. ഇപ്പോൾ രണ്ട് ടീമും ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ കഴിഞ്ഞ 9 കളികളിൽ ഒരു തോൽവി പോലും അറിയാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 വിജയങ്ങളും 4 സമനിലയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എവർട്ടൺ ആണെങ്കിലും അതേ കണക്ക് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോമിൽ നിന്നുകൊണ്ട് അവർ മുമ്പോട്ട് പോയിട്ട് കറൻ്റ്ലി 8th പൊസിഷനിൽ നിൽക്കുകയാണ്. ദേ ആർ ഓൾസോ ഫൈറ്റിംഗ് ഫോർ എ യൂറോപ്യൻ സ്പോട്ട്. ഇപ്പോൾ ഉള്ള പൊസിഷനിൽ വെച്ചിട്ട് അവർക്ക് കോൺഫറൻസ് ലീഗ് കിട്ടുമെന്നുള്ള ലെവലിലാണ് അവരുടെ മുന്നേറ്റം. സോ ഈ കളി എന്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്നുള്ളതെന്ന് പറഞ്ഞാൽ വി ആർ ഇൻ ദാറ്റ് പൊസിഷൻ വെയർ 2-3 ടീംസ് ആർ കമ്പീറ്റിംഗ് അഗെയിൻസ്റ്റ് അസ്. കാരണം ചെൽസി ഉണ്ട്, ലിവർപൂൾ, ഇവരെല്ലാവരും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പൊസിഷനാണ്. അപ്പം നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാനേ അവസരമില്ല. ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താഴെ പോകും എന്നുള്ള ലെവലിലാണ്. പ്രത്യേകിച്ച് ചെൽസി ആണെങ്കിൽ കഴിഞ്ഞ 5 കളികളിലും 4 കളി ജയമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെൽസിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ചെൽസിയായിട്ട് ഒരു രീതിയിൽ നമുക്ക് കിടപിടിക്കാനായിട്ട് ഉള്ള അവസ്ഥയിലല്ല. കാരണം ദേ ആർ പ്ലേയിങ് മച്ച് ബെറ്റർ. മുമ്പത്തേനും കാട്ടി ഇപ്പോൾ റോസ്നിയർ വന്നതിന് ശേഷം അവർ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ക്യാരക്കിൻ്റെ അണ്ടറിലുള്ള ആ ഒരു ഫോം കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു ഗെയിമിൻ്റെ ഇമ്പോർട്ടൻസ്. ബിക്കോസ് വി നീഡ് ദാറ്റ് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2026 ഇതുവരെയ്ക്ക് ഒരു തോൽവി പോലും അറിയാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയിട്ടുള്ള ടീമും കൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. എവർട്ടൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നവംബറിൽ 1-0 നമ്മളെ തോൽപ്പിച്ചു. അവർ ഒരു സീസൺ ഡബിൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെവലായിരിക്കും ഈ കളിയെ സമീപിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ കഴിഞ്ഞ 2013-2014 സീസണിലാണ് അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ 2 കളി വിജയിച്ചിട്ടുള്ളത്. അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ എവർട്ടൻ്റെ കോച്ചായിട്ടുള്ള ഡേവിഡ് മോയ്സ് ആയിരുന്നു. അപ്പോൾ ഡേവിഡ് മോയ്സിൻ്റെ അന്നത്തെ കാലത്താണ് എവർട്ടൺ നമുക്കെതിരെ പ്രീമിയർ ലീഗ് ഡബിൾ അടിച്ചിട്ടുള്ളത്. അപ്പം ഇതും അവർക്കൊരു അവസരമാണ്. അപ്പം മെയിനായിട്ട് അവരുടെ മൈൻഡിൽ അതുതന്നെ ആയിരിക്കും ഉണ്ടാകുക. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെയധികം എന്താ പറയുക, ശക്തിയോടുകൂടി തന്നെ കളിക്കേണ്ട ഒരു ഗെയിം തന്നെയായിരിക്കും. ഒരിക്കലും കംപ്ലേസൻ്റ് ആകാൻ പാടില്ല, ലേസിനെസ് ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ലാത്തൊരു ഗെയിമാണ്. ബിക്കോസ് നമുക്ക് നഷ്ടപ്പെടാനായിട്ട് പറഞ്ഞാൽ ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ എവേ വിൻസ്, അതായത് 19 എവേ വിൻസും ഏറ്റവും കൂടുതൽ വിജയങ്ങൾ 42 വിജയം
എവർട്ടനുമായിട്ടുണ്ട്. അപ്പം എവർട്ടനെതിരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സ്റ്റാറ്റ്സ് വൈസ് മറ്റ് ഏത് പ്രീമിയർ ലീഗ് ടീമിനെയും കാട്ടി കൂടുതൽ ഉള്ളത്. സോ അത് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം പ്രീമിയർ ലീഗ് ഹിസ്റ്ററി തന്നെ നോക്കിക്കഴിഞ്ഞാൽ യുണൈറ്റഡ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ടീമാണ് എവർട്ടൺ. സോ ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എവർട്ടൻ്റെ എവേ ഫോം കുറച്ച് മോശമായിട്ടാണ് അവർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവരുടെ സ്റ്റേഡിയത്തിൽ തന്നെ അധികം വിജയങ്ങൾ നേടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. സോ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു തുറുപ്പ് കാർഡ് തന്നെയായിരിക്കും. കഴിഞ്ഞ 9 കളികളിൽ അവർ 2 ഗെയിംസ് മാത്രമേ ഹോമിൽ വിജയിച്ചിട്ടുള്ളൂ. എവർട്ടൺ ആണെങ്കിൽ ഔട്ട് ഓഫ് ദ ലാസ്റ്റ് 9 ഗെയിംസിൽ 5 കളികൾ ഹോം ഗെയിംസ് തോറ്റിട്ടുണ്ട്. പിന്നെ 2 കളി മാത്രം വിജയം, 2 കളി മാത്രം സമനില. അങ്ങനത്തെ ഒരു സ്റ്റാറ്റുമായിട്ടാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഉറപ്പായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. സോ ഈ ഒരു സീസണിൽ തന്നെ അധികം വിജയങ്ങൾ സ്വന്തം സ്റ്റേഡിയത്തിൽ നേടാൻ പറ്റാത്ത എവർട്ടനെയാണ് നമ്മൾ അവിടെ മീറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പം ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ വി നീഡ് ദിസ് വിൻ ആൻഡ് ഐ തിങ്ക് കാരിക്ക് ആ ടീമിനെ സെറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ലൈക്ക് അറ്റാക്ക് എന്നുള്ള ലെവലിൽ തന്നെയായിരിക്കും. ആൻഡ് സ്പെഷ്യലി എവർട്ടൺ നമ്മുടെ കഴിഞ്ഞ വെസ്റ്റ് ഹാം ഗെയിം പോലെ തന്നെ എനിക്ക് തോന്നുന്നു അവർ ഈ കളിയിലും സിറ്റ് ബാക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയാണ്. അപ്പം ഒരു ഗോള് ഒരു ട്രാൻസിഷനിലോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലോ ഒരു ഗോൾ നേടിയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്ക് ദ ബസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അവർ മുമ്പോട്ട് പോകുന്നത്. സോ ഐ തിങ്ക് കാരിക് നീഡ്സ് ടു എന്താ പറയുക ആദ്യം മുതൽ തന്നെ അറ്റാക്കിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഗെയിമിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് പതുക്കെ മെല്ലെ പോക്ക് നയമാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു ഗെയിമിൽ എനിക്ക് തോന്നുന്നു അത് ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ അറ്റാക്ക് കൊണ്ടുവരണം ആൻഡ് പുട്ട് മാക്സിമം പ്രഷർ ഓൺ എവർട്ടൺ ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. എവർട്ടൺ അത് തന്നെയായിരിക്കും ലൈക്ക് ഉറപ്പായിട്ടും സ്ലോ ഡൗൺ ചെയ്യാനായിട്ടേ നോക്കത്തുള്ളൂ. പിന്നെ ചാൻസസ് കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്ക്, പ്രത്യേകിച്ച് ഇലിമൻ എൻജായും ബാരിയൊക്കെ പോലുള്ള പ്ലെയേഴ്സ് അപ്പ് ഫ്രണ്ട് ഉണ്ട്, നല്ല പേസി ആയിട്ടുള്ള പ്ലെയേഴ്സ്. അപ്പം അവർ ഫ്ലാങ്ക്സ് ഉപയോഗിച്ചിട്ട് നമ്മളെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും കൂടുതൽ നടത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ടീം ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗെയിമിൽ ഹാരി മഗ്വയർ വരുന്നു. കഴിഞ്ഞ ഗെയിമിൽ ചെറിയൊരു നോക്കുമായിട്ട് മഗ്വയർ പുറത്തു പോയിരുന്നു. അപ്പം ഹാരി മഗ്വയർ തിരിച്ചെത്തുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡിലിറ്റ് ഈ ഗെയിമിലേക്ക് തിരിച്ച് വരുന്നില്ല. ഡിലിറ്റ് ഇസ് നോട്ട് യെറ്റ് റെഡി ഫോർ ദ ഗെയിം. പിന്നെ മേസൺ മൗണ്ട് എവർട്ടനുമായിട്ടുള്ള ഗെയിമിന് റെഡി ആണ് എന്നാണ് മൈക്കിൾ കാരിക്ക് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഐ തിങ്ക് ഹി മൈറ്റ് കം. ചിലപ്പോൾ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മേസൺ മൗണ്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ പാട്രിക് ഡോർഗോവും ഇതുവരെയ്ക്ക് റിക്കവർ ആയിട്ടില്ല. ഹീസ് മേക്കിംഗ് ഗുഡ് പ്രോഗ്രസ്. ആ സമയത്ത് എവർട്ടൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ജെയ്ക്ക് ഒബ്രയൻ ഈ കളിയിൽ ഉണ്ടാകത്തില്ല. ബിക്കോസ് ഹി ഗോട്ട് എ റെഡ് കാർഡ് ലാസ്റ്റ് ഗെയിം ബോൾമത്തുമായിട്ടുള്ള അവരുടെ 1-0 ലോസിൽ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയതുകൊണ്ട് ഒബ്രയൻ ഇല്ല. പിന്നെ ജാക്ക് ഗ്രീലിഷ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ലോണിൽ വന്നിട്ടുള്ള ഗ്രീലിഷ് ഈ ഒരു ഗെയിമിനല്ല ഇഞ്ചുറി കാരണം സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. സോ ഹി വിൽ നോട്ട് ബി പ്ലേയിങ് അണ്ടിൽ ദി എൻഡ് ഓഫ് ദ സീസൺ. അങ്ങനത്തെ ഒരു റിപ്പോർട്ടും കൂടെ ഉണ്ട്. സോ അതർവൈസ് അവരുടെ ഒരു ടീം എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ടീം തന്നെയാണ്. ഏറ്റവും കൂടുതൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ പ്ലെയേഴ്സ്, പ്രത്യേകിച്ച് ഡ്യൂസ്ബറി ഹാൾ കഴിഞ്ഞ ഗെയിമിൽ നമുക്കെതിരെ ഗോൾ സ്കോർ ചെയ്ത ഇലിമൻ എൻജായ് ഉണ്ട്. പിന്നെ നമ്മുടെ ടീമിൽ നിന്ന് നമ്മൾ പറഞ്ഞു വിട്ട ജെയിംസ് ഗാർണർ, ഇവരൊക്കെ വളരെയധികം ശക്തമായിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഹേർട്ട് ചെയ്യാൻ പാകത്തിനുള്ള പ്ലെയേഴ്സ് ഉണ്ട്. പിന്നെ ഡിഫൻസിലാണെങ്കിൽ ബ്രാന്ത്വൈറ്റും ടാർക്കോസ്കിയും ഉണ്ട്. അവരുടെ ഒരു പ്രോപ്പർ ഡിഫൻസ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവരായിരുന്നു നമുക്കെതിരെ ബാക്ക് ലൈൻ ശക്തമായിട്ട് കവർ ചെയ്തത്. സോ ഈ ഒരു ഗെയിമിൻ്റെ അകത്തും അവർ എന്താ പറയുക, മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഡിഫൻസ് കൂട്ടാനായിട്ടായിരിക്കും അവരുടെ ശ്രമം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഒരു ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിൻ്റെ പ്രസക്തി വരുന്നത്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. സോ വാട്ട് ഐ തിങ്ക് ഇസ് വി ഷുഡ് ബി ഗോയിങ് വിത്ത് സെസ്കോ. നമ്മൾ കഴിഞ്ഞ ഗെയിം കണ്ടു, അവർ ലോ ബ്ലോക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അധികം ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ടുവേർഡ്സ് ദി എൻഡാണ് നമ്മൾ ക്രോസസ് കൂടുതലായിട്ട് ഇട്ടതും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ. സെർക്സിയുടെ ഒരു ബോൾ, പിന്നെ കാസമീറോ ഒരു ഹെഡ് ചെയ്തത്, അത് ഓഫ് സൈഡ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ലാസ്റ്റ് സെസ്കോ ഗോൾ സ്കോർ ചെയ്യുന്നത്. ഇതെല്ലാം ക്രോസസിലൂടെയാണ് നമ്മൾ അന്ന് അറ്റാക്ക് ലാസ്റ്റ് കൊണ്ടുവന്നത് വെസ്റ്റ് ഹാമുമായിട്ട്. അപ്പം ആ സെയിം രീതിയിൽ തന്നെ ആയിരിക്കണം ഈ ഒരു ഗെയിമിലും പരീക്ഷിക്കേണ്ടത്. ആൻഡ് ഐ തിങ്ക് കാരിക് വുഡ് ബ്രിങ് ദ ടാക്ടിക് ചേഞ്ച്. സെസ്കോനെ കൊണ്ടുവരിക, കൂടുതൽ ബോൾസ് പെനൽറ്റി ബോക്സിൻ്റെ അകത്ത് കൂടുതൽ
ക്രോസസ് ഇടാനായിട്ട് ചെയ്യുക ആൻഡ് കൂടുതൽ ഹെഡിങ്ങിന് ഉള്ള സാധ്യത ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രൈ ചെയ്യാൻ പോകുന്ന കാര്യം ആണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് കാരിക് മൈ ട്രൈ ദാറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഒരു ചേഞ്ച് കൂടെ നടത്താനായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡിയോഗോ ഡാലോനെ മാറ്റിയിട്ട് മെസ്റാവി. കാരണം നമ്മൾ ഇത്ര നാളും കാത്തിരുന്ന് പറഞ്ഞാൽ മെസ്റാവി ആ പരിക്കിൽ നിന്ന് തിരിച്ചു വരിക, മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. സോ ഹീ പ്ലേഡ് ഫോർ അഫ്ഗാൻ മൊറോക്കോ ടീമിന് വേണ്ടി കളിച്ച് അത്യാവശ്യം സെറ്റായി നിൽപ്പുണ്ട്. ആൻഡ് ഈ ഒരു ടൈമിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് വരുത്തേണ്ടത്. ഫോർ ഡാലോന് പകരം മെസ്റാവിനെ കൊണ്ടുവരിക. ഹീ വുഡ് ബി ലൈക്ക് മച്ച് ബെറ്റർ. ഡിഫെൻസീവ് ഔട്ട്പുട്ട് ആണെങ്കിലും അറ്റാക്കിങ്ങിലാണെങ്കിൽ പോലും ഡാലോവിനെ കാട്ടി പ്രത്യേകിച്ച് ബെറ്ററാണ് മെസ്റാവി. ആൻഡ് ഓൾസോ ഹീ ക്യാൻ ആ കീ പാസസ് കൊടുക്കാനും ഒക്കെ കഴിവ് മെസ്റാവിക്ക് തന്നെ ആയിരിക്കും. സോ ഐ തിങ്ക് വി നീഡ് ടു മേക്ക് ദാറ്റ് ചേഞ്ച്. അതല്ലാതെ പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഒരു ചേഞ്ച് ഞാൻ കാണുന്നില്ല. ഷോ, മാർട്ടിനസ്, മെഗ്വയർ, മെസ്റാവിനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. കശ്മീറും മെയിനും, പിന്നെ ബ്രൂണോ, പിന്നെ എംബൂമോ, അമാദും, സെസ്കോ. ഇതാണ് എൻ്റെ ഒരു പ്രഡിക്റ്റഡ് ലൈനപ്പ്. സോ വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു ലൈനപ്പ് ആണോ കറക്റ്റ്, അതോ പഴയ ഒരു ലൈനപ്പിൽ തന്നെ ഇപ്പം കുനിയാന തിരിച്ച് കൊണ്ടുവന്ന് പഴയ പോലെ തന്നെ കൊണ്ടുവന്ന് ഡാലോനെ തിരിച്ച് പ്ലേസ് ചെയ്തിട്ട് ആ ഒരു വിന്നിങ് ടീം മാറ്റണ്ട എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണെന്ന് വെച്ചാലും കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 13 ദിവസമായിട്ട് നമുക്ക് ഗെയിമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പ്ലെയേഴ്സൊക്കെ അത്യാവശ്യം റിലാക്സ്ഡ് ആണ്. അവർക്ക് ആവശ്യത്തിന് റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ദേ ഷുഡ് ബി ഫ്രഷ് ആൻഡ് റെഡി ഫോർ ദിസ് ഗെയിം. പിന്നെ എന്താ പറയുക, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പം മൺഡേ നൈറ്റ് ഗെയിമാണ് ആൻഡ് വി വിൽ ബി ഹോപ്പിംഗ് ഫോർ എ വിൻ. അപ്പം എൻ്റെ ഒരു വിൻ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിരുന്നാൽ അവരുടെ സ്റ്റേഡിയത്തിലാണ്. പിന്നെ എന്താ പറയുക, ക്ലീൻ ഷീറ്റ് വെക്കുമോ എന്നുള്ളത് എനിക്ക് അത്ര ഉറപ്പില്ല. എന്നാലും ഐ വുഡ് ഗോ ഫോർ ഒരു 2-1 വിൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ വാട്ട് ഇസ് യുവർ പ്രഡിക്ഷൻ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണെന്ന് പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ്സ്. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.